സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു വൈബ്, ഇതുപോലെ ക്ലൈമറ്റ് എനിക്ക് പൊന്മുടി പോയിട്ട് കിട്ടുന്നത്. ഞാൻ പൊന്മുടിയിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇതേപോലെ ക്ലൈമറ്റ്. ഹലോ ഗേസ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ യാത്ര പൊന്മുടിയിലേക്കാണ്. പൊന്മുടിയിൽ ഒരുപാട് തവണ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ലൊരു ക്ലൈമറ്റ്, നല്ല അടിപൊളിയൊരു ക്ലൈമറ്റ് ഇന്നാണ് ആദ്യമാണ് കിട്ടുന്നത്. എപ്പോൾ പോകുമ്പോഴും വെയിലും ഒക്കെയാണ്. പിന്നെ ചിലപ്പോഴൊക്കെ അവിടെ പോകുന്ന സമയത്ത് കയറ്റി വിടാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഒരുപാട് ആളുകൾ പോയ സമയത്ത് അങ്ങോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനൊരു പ്രശ്നം ഈ ഒരു പോക്കിൽ വന്നിട്ടതേ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്, കയറി പോകാൻ പറ്റുമോ ഇല്ലെന്നൊക്കെ ഒന്ന് തിരക്കിട്ട് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അല്ലെങ്കിൽ ഇത്രയും ദൂരം, ഒരുപാട് ദൂരെ കിടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദൂരം വന്നിട്ട് ചിലപ്പോൾ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അതൊരു രസമായിരിക്കും. ഞാൻ പലപ്പോഴും പോകുന്ന സമയത്ത് വിളിച്ച് ചോദിക്കാറൊന്നുമില്ലായിരുന്നു, എന്നാലും കയറാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ക്ലൈമറ്റ് സമയത്ത് നമുക്ക് എപ്പോഴാണോ പോകാൻ ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത്, അപ്പോൾ പെട്ടെന്ന് ചാടിക്കയറി അങ്ങോട്ട് പോകുന്നതാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ക്ലൈമറ്റ് ഇതുപോലെ മഞ്ഞോ, ഈ മഞ്ഞ് വീഴ്ചയോ അല്ലെങ്കിൽ ഇതുപോലെ കോടമഞ്ഞോ നമുക്ക് കിട്ടത്തേ ഇല്ല. പക്ഷേ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. പോകുന്ന വഴിക്കും ഹെയർ പിന്ന് പോലെ വളവും തിരിവൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ ചെന്നു, ടിക്കറ്റ് എടുത്തു, അകത്തേക്ക് കയറാൻ പോകണം. ഈ പോക്കിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല, എൻ്റെ ഫ്രണ്ട്സും അല്ലായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ പൊന്മുടി യാത്രയായിരുന്നു. അപ്പോൾ ഞാനും എൻ്റെ കെട്ടികളും കൂടിയാണ് ഈ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഈ ചെക്ക് പോസ്റ്റ് കടന്നകത്തേക്ക് കഴിഞ്ഞാൽ തന്നെ എന്ത് രസമെന്നറിയോ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ടെങ്കിലും എന്തോ നമുക്കിങ്ങനെ ചെല്ലുമ്പോൾ പ്രത്യേക ഒരു അനുഭവങ്ങളും നമുക്ക് മനസ്സിലെന്തെങ്കിലും വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്നത് യാത്രയിലൂടെയാണ്. ഒറ്റയ്ക്ക് സോൾ ട്രിപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം, എനിക്ക് ഒറ്റയ്ക്ക് പോകുന്ന ഇഷ്ടമാണ്. അതല്ലെങ്കിൽ നമ്മുടെ അതേ വൈബിളുടെ ആൾ നമ്മുടെ കൂടെ വരുന്നത് നല്ല രസമായിരിക്കില്ലേ അങ്ങനെ പോകാനായിട്ട്. ഇവിടെ ഒരുപാട് ബോർഡിലും മറ്റൊക്കെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ. അത്യാവശ്യം നല്ല റോഡാണ്. പിന്നെ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് ഓഫ് റോഡ് വന്നു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ. എനിക്ക് സത്യം പറഞ്ഞാൽ ടൂ വീലർ പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാറിൽ പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടായിരിക്കാം, ബട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ടൂ വീലറാണ്. ബൈക്ക് അല്ലെങ്കിൽ സ്കൂട്ടി ഒക്കെ ആയിരിക്കും എനിക്കിഷ്ടം. കാറിൽ പോകുന്നതിനോട് എനിക്ക് വലിയ വിരോധമൊന്നുമില്ല, എന്നാലും എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളും ആ ഒരു തണുപ്പും മറ്റൊക്കെ അറിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ ബൈക്ക് തന്നെ വേണം എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഞങ്ങൾ പോയപ്പോൾ അധികം വണ്ടിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കരുതി അധികം ആളൊന്നും കാണത്തില്ല എന്നൊക്കെ. പക്ഷേ അങ്ങ് ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇതിനു മുന്നേ വരുന്ന സമയത്ത് ഒരുപാട് ബസ്സുകളും ടൂറൊക്കെ ആയിട്ട് കുട്ടികളും ഒക്കെ ആയിട്ട് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും അല്ലാതെ ഒക്കെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നും കണ്ടില്ല. ഇവിടെ നല്ലൊരു കട ഞങ്ങൾ കണ്ടു. ഇതിന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും ഒരുപാട് കടകളൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇവിടുന്ന് കുറച്ച് ചായയുടെ ഒരു ടേസ്റ്റ് വേറെ ഇവിടുന്ന് എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടെ പോയപ്പോഴത്തേക്കിനും കുറേ കുട്ടികൾക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വളവെത്തിയപ്പോൾ ഞങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷ, കാരണം എന്തോ നല്ല അനുഭവം അല്ലെങ്കിൽ എന്തോ നല്ല കാഴ്ച ആ മഞ്ഞൊക്കെ ഉണ്ടാകും എന്നൊരു സംശയം ഞങ്ങൾക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറേ മുറികളോ വീട് ഫാക്ടറികളോ തേയിലത്തോട്ടം അത് ഫാക്ടറികളാവാം, തൊഴിലുകൾ താമസിക്കുന്ന സ്ഥലമാകാം ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ മുന്നോട്ട് കയറിപ്പോയപ്പം ഞങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ആരെയും കാണുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ ഈ ഒരു വളവ് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചും കൂടി കൈ കൊടുത്ത് സ്പീഡിൽ പോയാലെന്നൊക്കെ ആലോചിച്ചു. കാരണം പെട്ടെന്ന് കയറി ചെല്ലാൻ വേണ്ടിയിട്ട് എന്താണ് കാഴ്ച എന്നറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ നല്ല ഒടിഞ്ഞ് തിരിഞ്ഞുള്ള വളവുകളും ഹെയർപിന്നല്ലേ നല്ല വളവൊക്കെ ആയതുകൊണ്ടിട്ട് നല്ല സ്പീഡിൽ പോകുന്നത് വലിയ സീനായിരിക്കും. നല്ല എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കയറിയപ്പോൾ കുറേ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ടിരുന്നു. അല്ലെങ്കിൽ ഈ തേയിലത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. നമ്മൾ മൂന്നാർ പോകാന്നുണ്ടെങ്കിലും വാഗമൺ പോകാന്നുണ്ടെങ്കിലും അവിടത്തേക്ക് ആ ഒരു കാഴ്ച തന്നെ നമ്മുടെ കണ്ണിന് കുറച്ചുകൂടി കുളിർമയേകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു തേയിലത്തോട്ടങ്ങളും ഒക്കെ തന്നെയാണ്. എനിക്ക് തേയിലത്തോട്ടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ തേയിലത്തോട്ടങ്ങളും ഇതുപോലെ ഈ മഞ്ഞുമേ സ്ഥലങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവളുടെ ഒരു ആഗ്രഹമാണല്ലോ പോകാനായിട്ട്. അവൾ ട്രിവാൻഡ്രം ആണെന്നെങ്കിൽ പോലും ഇതുവരെ പൊന്മുടി പോയിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിപ്പ് പൊന്മുടിലേക്ക് ആക്കാമെന്ന് കരുതി അങ്ങനെ പോരുന്നായിരുന്നു. പക്ഷേ ഇത്ര നല്ലൊരു ക്ലൈമറ്റ് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുകയില്ലായിരുന്നു. എൻ്റെ ഭാഗ്യമാണോ അവളുടെ ഭാഗ്യമാണോ എന്ന് അറിയത്തില്ല. ചിലപ്പോൾ അവളുടെ ഭാഗ്യമായിരിക്കുക. കാരണം ഞാൻ ഇത്ര തവണ പോയപ്പോഴും എനിക്ക് ഇങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഞങ്ങൾ ഇതുപോലൊരു മഞ്ഞ് മൂന്നാറിലും മീശപ്പുലിമലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പൊന്മുടിയിൽ ഇങ്ങനെ ഒരു ക്ലൈമറ്റ് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് മുന്നേ വന്ന ഫാമിലി അവിടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കാണുന്നുണ്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ നല്ല വ്യൂ, ഇറങ്ങി നോക്കിയോ മനസ്സിലായി നല്ല വ്യൂ ആണോ. ഞങ്ങളുടെ ഇറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ പെട്ടെന്ന് ആ ഒരു ഹെയർ പിന്ന് കഴിഞ്ഞ് ഒന്ന് കയറിയപ്പോഴത്തേക്കും ഇതാണ് കാഴ്ച. ഫസ്റ്റ് ടൈം ആദ്യമായിട്ടാണ് പൊന്മുടിയിൽ ഇതേപോലൊരു വ്യൂ കാണുന്നത്. ഇവിടുന്ന് മുന്നോട്ട് പോകണോ അതോ ഇവിടെ ഇറങ്ങി നിൽക്കണോ തുള്ളിച്ചാണോ എന്നൊന്നും അറിയാൻ വയ്യ. അത്രത്തോളം ഹെവി കാഴ്ചകൾ. ചില സമയത്ത് മുൾമഞ്ഞ് ഒരുപാട് കൂടി വരുന്നു. അടുത്തുള്ള ആൾക്കാരെ പോലും കാണാൻ ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥ. പിന്നെ ഇവിടുത്തെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുന്ന വണ്ടിലൊക്കെ ഞങ്ങളെ കാണാൻ പറ്റില്ലെങ്കിൽ എനിക്ക് തറയിട്ടാലോ ഇത് കയറ്റിയിട്ട് ഞങ്ങൾ വീണ്ടും മുന്നിട്ടേക്ക് പോയി. എന്തൊരു കാര്യം ചെയ്യാം, വ്യൂ പോയിന്റ് തന്നെ പോയിട്ട് വണ്ടിയൊക്കെ ഒതുക്കി വെച്ചിട്ട് നിന്ന് ആസ്വദിക്കാം എന്ന് കരുതി അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങളുടെ കാര്യം ആലോചിച്ചത്
ഞങ്ങൾക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ഫോണിൽ ചാർജേ ഉണ്ടായിരുന്നില്ല, ഒട്ടും തന്നെ ചാർജ് ഉണ്ടായിരുന്നില്ല. പിന്നെ മൈക്ക് ഞങ്ങൾ യൂസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ വോയിസ് ചെയ്യുന്നത് ഞാൻ വന്നതിന് ശേഷം എഡിറ്റ് ചെയ്തിരുന്ന സമയത്താണ് ഇപ്പോൾ ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നത്. അവിടെ പോയപ്പോൾ ഉള്ള വോയിസ് ആണെങ്കിൽ കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായേനെ. അപ്പം ക്യാമറ ചാർജ്